അത് പൊട്ടിച്ചെടുത്ത് കാണിക്കുക ചിലപ്പോ. കുഞ്ഞേക്ക് ബ്രഷ് പൊട്ടിച്ചേരാം. കുഞ്ഞോ പല്ലേ ചേട്ടൻ ഈ മോന് പല്ല് തേക്കാൻ ഈ വെച്ചേ കുഞ്ഞോനെ ഇനി എൻ്റെ അടുത്ത് വരും. എന്താ മുട്ടായി? എന്താ ഞാൻ മേടിച്ചല്ല. നമ്മുടെ ബാംഗ്ലൂർ കുമാരൻ വന്നിട്ടുണ്ട്. രാവിലെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തേലും മാറ്റം ഉണ്ടോ എന്ന് പറയണം കേട്ടോ കണ്ടിട്ട്. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു. പിന്നെ രാവിലെ 9:10 ട്രെയിൻ ചെങ്ങന്നൂർ വരുന്നത്. അവിടുന്ന് പിന്നെ മാമൻ പോയി വിളിച്ചുകൊണ്ട് വന്നു കോളേജ് കുമാരനെ. 10:15 ആയപ്പോഴത്തേക്ക് ഇനി വന്നു. അത് കഴിഞ്ഞിട്ടാ ഞാൻ ജോലിക്ക് പോയത് കേട്ടോ. അതുകൊണ്ട് താമസിച്ചാ ചെന്നത്. വൈകിട്ട് ഇറങ്ങിയതും താമസിച്ചാണ്. കാരണം നമുക്ക് ഒരുപാട് എൻ്റെ ഇവിടുത്തെ ഒരു ഡോക്ടർ എന്ന് പറയാൻ ഉണ്ടായിരുന്നത് രാജേന്ദ്രൻ ഡോക്ടറാണ്. എനിക്കിവിടെ എന്ത് അസുഖം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് ഓടിച്ചെല്ലാൻ ധൈര്യമുള്ളത് ആ ഡോക്ടർ അടുക്കലോട്ടാണ്. എനിക്ക് ഇപ്പം ഈ തലവേദനയുടെ പ്രശ്നമൊക്കെ RCCയിലെ ഡോക്ടർ നാട്ടിലെവിടെയെങ്കിലും ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർ അടുക്കലോട്ടാണ് പോയത്. ഡോക്ടറാണ് എനിക്ക് മെഡിസിനൊക്കെ തന്നത്. അങ്ങനെ പല ആവശ്യങ്ങളും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റിയ ഒരു ഡോക്ടർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇന്ന് മരിച്ചു. അപ്പോൾ അത് കടലാജേണൻ്റെയൊക്കെ ഏറ്റവും എന്താ പറയുന്നത് ബന്ധം എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ആ ഡോക്ടർ. അന്നെ കാണാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു ഡോക്ടർ. ഡോക്ടറോട് റൂമിൽ വരുന്നുണ്ടായിരുന്നു കൺസൾട്ടിങ്ങിന് വൈകിട്ട് 4 മണി തൊട്ട്. അപ്പൊ കൺസൾട്ടിങ് കഴിഞ്ഞ് ഡോക്ടർ പോകുന്ന സമയത്ത് എന്നും അജണ്ട എടുക്കാൻ വന്നിട്ടാണ് പോകുന്നത്. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ അടുക്കൽ നിന്ന് മെഡിസിൻ ആണെങ്കിലും എന്ത് കാര്യത്തിനാണേലും അജയണ്ണയാണ് വിളിക്കുന്നത്. അപ്പൊ അജയണ്ണ ഭയങ്കര ഒരു എന്താ പറയുന്നത് നഷ്ടമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും വലിയൊരു വിഷമത്തിനിടയായി ആ ഒരു സങ്കടത്തിലിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോ മുത്തിന് വയറുവേദനയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർ അടുക്കലോട്ടാണ് കൊണ്ടുപോയി. മോനുകുട്ടന്റെ ചുമയും വയ്യാഴിയൊക്കെ വരുമ്പോഴും എല്ലാം ഡോക്ടർ അടുക്കലോട്ടാണ് ഓടി. നമ്മുടെ ശരിക്കും ഒരു ഫാമിലി ഡോക്ടറായിരുന്നു. ഇനിയിപ്പോ അങ്ങനെ പോകാൻ ഒരിടമില്ല. ഇത് മോനുകുട്ടൻ ആരാ? എമിലി. ഇതേണ്ട മോനുകുട്ടന് സ്വീറ്റ്സ്. മോനുകുട്ടൻ ഇന്ന് ട്യൂഷന് പോയപ്പോ എമിലി ചേച്ചി മോനുകുട്ടന് കൊടുത്തതാണ് മിഠായി കേട്ടോ. എമിലി കുട്ടിക്ക് ഹായ്. എനിക്ക് തന്നതാ കേട്ടോ. മോനുകുട്ടന്റെ കൊടുത്തു വിട്ട താങ്ക് യു. അപ്പൊ ഇന്ന് അതുകൊണ്ട് വൈകുന്നേരം ഈ ഒരു സംഭവം അറിഞ്ഞപ്പം ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു വിഷമം, ഒരു വിങ്ങൽ. കാരണം ഞാൻ എന്റെ വയ്യാഴിയൊക്കെ ഡോക്ടറിനെ അറിയാലോ. അപ്പൊ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹത്തോടെ എല്ലാ കാര്യവും ചോദിക്കും. മരുന്നൊക്കെ കഴിക്കാത്തതിന് വഴക്ക് പറയും. ഇനിയിപ്പോ
എങ്ങോട്ട് പോകും എന്ന് എനിക്കറിയത്തില്ല. ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു ഡോക്ടർ എടുക്കലോട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പോലല്ല നമ്മളെ അറിയാവുന്ന നമ്മളോട് സ്നേഹത്തോടെ ഇടപഴകുന്ന ഒരു ഡോക്ടർ എടുക്ക പോകുമ്പോൾ നമ്മുടെ പകുതി അസുഖം മാറും അല്ലേ. ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു അജിത ചേച്ചിയെ കണ്ടു. അജിത ചേച്ചി എന്റെ അതേ അവസ്ഥയിലൊക്കെ കടന്നു പോയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. എന്നെ കണ്ട് സംസാരിച്ചു, ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഞാനൊരു വിജയശ്രീ വന്നിട്ടുണ്ടായിരുന്നു. വിജയശ്രീ തന്നെ അല്ലേ പറഞ്ഞത്, അതോ വിജയലക്ഷ്മി എന്നാണോ? ഇത് രണ്ടിലേതോ ആണ് കേട്ടോ. അപ്പം എന്നെ കാണാൻ എന്നും വരുന്നുണ്ട്, എന്റെ കാര്യം ചോദിക്കും, പക്ഷെ എന്നെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, ഇടയ്ക്ക് എപ്പോഴോ നേരത്തെ ഈ വീഡിയോസ് ഒക്കെ കാണുന്നതിന് മുമ്പ് എപ്പോഴൊക്കെയോ മരുന്ന് മേടിക്കാൻ വന്ന് കണ്ടിട്ടുണ്ട്. വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം പുള്ളിക്കാരി എന്നെ കാണാൻ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് കണ്ടു, ഒരുപാട് സന്തോഷം. പിന്നെന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങള്. കഴിഞ്ഞ ദിവസമൊക്കെ മുത്ത് ഫോൺ വിളിച്ചപ്പം സാമ്പാർ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കി. ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ റോസ്റ്റ് പോലെ ഉണ്ടാക്കി. അപ്പൊ അതൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. അതുകൊണ്ട് അതൊക്കെ ഇരിപ്പുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മാമി അവിയൽ തന്നു കേട്ടോ. അവിയൽ തന്നു, മാമിയുടെ സ്പെഷ്യലാണല്ലോ. പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും കുഞ്ഞോനൊരു ബ്രഷും മേടിച്ചു. കുഞ്ഞോന് ബ്രഷ് ഇതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ ഫിംഗർ ബ്രഷ് ചോദിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഒരു കുഞ്ഞു ബ്രഷ് 2 ഇയേഴ്സിന് താഴെയുള്ള ഒരു ബ്രഷ് കിട്ടി. സോഫ്റ്റ്, എക്സ്ട്രാ സോഫ്റ്റ് ആണ്. അപ്പൊ അതിൽ ഒരു ബ്രഷ് മേടിച്ചു കുഞ്ഞോന് കൊടുക്കാൻ. കുഞ്ഞോന് 5-6 പല്ലുണ്ട് കേട്ടോ. അപ്പൊ ഇനി പല്ല് തേച്ച് തുടങ്ങട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ട് വരാം. അടുക്കള പണികളൊന്നും ഇല്ലല്ലോ, ഇരിപ്പുണ്ട് ചോറും കറികളും ഒക്കെ കേട്ടോ. ഇപ്പൊ വരാം. ഒത്തിരി പേര് തിരക്കുന്നുണ്ടായിരുന്നു, വന്നോ, എപ്പോഴാ വരുമോ എന്നൊക്കെ. അവരോടൊക്കെ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ സാധിക്കുമോ കോളേജ് കുമാരന്? എല്ലാവർക്കും ഒരു ഹായ് എങ്കിലും പറ. അതെ, അങ്ങനെ പറയണം. വളരെ മോശമാണ്. ബാംഗ്ലൂരെ ജീവിതം എങ്ങനെയുണ്ട്, കോളേജ് ലൈഫ് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയേ. എടാ ഇവൻ തന്നെ ചിരിച്ചോണ്ടിരിക്കുന്നത്. പഠിത്തം എങ്ങനെയുണ്ട്, കോളേജ് എങ്ങനെയുണ്ടെന്നൊക്കെ പറ. പഠിപ്പിക്കുന്നതൊക്കെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ടോ? ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല എന്താ പറയുന്നത്, നല്ല സപ്പോർട്ട് തരുന്ന ടീച്ചേഴ്സ് ആണോ അതോ വഴക്ക് പറയുന്നവരാണോ? കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? എവിടെ പോടാ? തടിയോ? ഒരു വാക്ക് പറയണമല്ലോ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോവാ എന്നൊക്കെ. രണ്ടും കൂടെ കറങ്ങാൻ പോയി എന്നോട് പറയാതല്ലേ. ഇനിയിപ്പൊ അമ്മ ബിസി ആയോണ്ടാന്ന് പറഞ്ഞാ മതിയല്ലേ. ശരി, ഇനി ഞാനും കണ്ടോണം. ഇനി രണ്ടുപേരുടെ പോയാൻ കഴിച്ചോ കുടിച്ചു. എന്നാലും ഈ ചിക്കൻ മേടിച്ച ഇപ്പൊ എന്നെ വേണ്ട, എന്നെ വേണ്ട അപ്പൊ എന്റെ മക്കൾക്ക്. ശരി, ഞാൻ അത് മുന്നിൽ കണ്ട് ഇനി ഞാൻ എന്റെ ജീവിതം പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേരും അപ്പു ഞാനും പോയപ്പോ അവരുടെ അമ്മ ചോദിച്ചു അമ്മ വിളിച്ചിട്ട് കിട്ടി. എടുക്കുമ്പോ പിന്നെ ഇനിയിപ്പൊ അതൊക്കെ മതി, അങ്ങനെയൊക്കെ മതി. നമുക്ക് ഇത് നാളെ ഞാൻ മേടിച്ചത്. അമ്മ വരുന്ന താമസിച്ചു, ഇല്ലെങ്കിൽ മേടിച്ചു വെക്കാൻ. നാളെ നീ വരത്തില്ലേ പത്തനംതിട്ടയ്ക്ക്? അവിടെ ഇന്ന് ഞാന് രാവിലെ മുത്ത് വന്നിട്ടാ പോയത്. അപ്പൊ ഞാൻ വയറ് നിറച്ച് കഴിച്ച് ഇഡലിയൊക്കെ കഴിച്ചിട്ടാ പോയത്. അതുകൊണ്ട് വിശപ്പില്ലാഞ്ഞോണ്ട്
അങ്ങ് പോയി. ഉച്ചയ്ക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വയറ് കാളും. ചോറുണ്ണാൻ പോവാ. പിന്നെ മനസ്സിനൊരു എന്താ പറയുക, ഒരു സുഖമില്ലാത്തതുകൊണ്ട് ശരീരത്തിന് ഒരു ഉന്മേഷമില്ല കേട്ടോ. പിന്നെ അമ്മ വന്നില്ല, ഇനി മുത്തുമണി വന്നതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വരത്തില്ല. ഇന്നലെ മെനഞ്ഞാന്ന് ഞായറാഴ്ച വൈകിട്ടാണ് അന്ന് കൂക്കുമൊക്കെ വന്നപ്പോൾ അമ്മ വന്നായിരുന്നേ. കൂക്കു പോയി വിളിച്ചോണ്ട് വന്നു. പിന്നെ തിങ്കളാഴ്ച ഞാൻ ഇന്നലെ വിളിച്ച് വരുന്നില്ലയോ എന്ന് ചോദിച്ചോണ്ട് പിന്നെ വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇങ്ങ് വന്നു. ഇന്ന് പിന്നെ അമ്മ അവിടെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി എനിക്കൊരു മെസ്സേജ് FB-യിൽ അയച്ചിട്ടുണ്ട്, ഒരു വിവരം പറയാനുണ്ട് ചേച്ചി, അത് ചേച്ചി വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ മറുപടി കൊടുത്തായിരുന്നു. അതെനിക്ക് 1 മാസം മുമ്പേ ആണ് മെസ്സേജ് ഇട്ടത്, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് FB-യിൽ വരുന്ന മെസ്സേജുകളെല്ലാം നേരിട്ട് ഇങ്ങോട്ട് ഈ മെസ്സഞ്ചറിലോട്ട് വരാതെ സ്പാം ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. എന്താ അതിന്റെ കാര്യമൊന്നും അറിയത്തില്ല. അതിന് ഫ്രണ്ട്സ് ആവാത്തത് കൊണ്ടാണോ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. അപ്പൊ എന്തായാലും ആ കുട്ടിയുടെ മെസ്സേജ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. അപ്പം എന്താണ്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിവരം എന്താണെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമുക്ക് ഷെയർ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി കഴിഞ്ഞ ദിവസം ആ കുട്ടി അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വോയിസ് ഇട്ടു. അപ്പം എന്താ വെച്ചാല് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ആ കുട്ടി ഒരു അമ്പലത്തില് യാത്ര പോയി കേട്ടോ. സ്ഥലപ്പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവണ്ട, ആർക്കും ഒരു ബുദ്ധിമുട്ടാവണ്ട. അപ്പം ആ കുട്ടി ഫാമിലിയും കൂടെ ഇതിനകത്തോട്ടിടും, തവി വെച്ച് കോരിയിടും. അപ്പൊ ആ കുട്ടിയും ഫാമിലിയുമായിട്ട് ഒരു അമ്പലത്തിലേക്ക് യാത്ര പോവായിരുന്നു. യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു 10-15 മിനിറ്റ് ദൂരം യാത്രയിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് ഈ കുട്ടിയുടെ തൊട്ടടുത്തിരുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ വണ്ടിയുടെ കുലുക്കമൊക്കെ വരുമ്പോഴത്തേക്ക് അയ്യോ എന്ന് വെച്ചിട്ട് കരയുകയും ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വേദന എടുക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടി കുറച്ചു നേരം ഇങ്ങനെ കണ്ടപ്പം പരിചയമില്ലാത്തതുകൊണ്ട് ചോദിച്ചൊന്നുമില്ല. അപ്പൊ ആ കുട്ടിയോട് ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് മേലാഞ്ഞിട്ടാണ്, എനിക്ക് വയ്യാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടാവുന്നു വിചാരിച്ചിട്ടുള്ള രീതിയിൽ പറഞ്ഞു. അടുത്തിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നോ എന്ന് ഉള്ള ചിന്തയിലാണ് ഈ കുട്ടിയോട് പറഞ്ഞു, എനിക്ക് വയ്യാഞ്ഞിട്ടാട്ടോ, എനിക്ക് വേദനയാണെന്നൊക്കെ പറഞ്ഞ്. ഈ കുട്ടി എന്താന്നൊക്കെ ചോദിച്ചോ പറഞ്ഞു, ഞാനൊരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ് ആണ്, എനിക്ക് സർജറി കഴിഞ്ഞത് ദൂരെയുള്ള ഹോസ്പിറ്റലാണ്, അപ്പൊ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോവാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ഇവരൊരു വെള്ള ചുരിദാറും റെഡ് കളർ ഷാളുമായിട്ടിരുന്നത്. അപ്പൊ എന്നിട്ട് ഈ കുട്ടി അത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിന്റെ സൈഡിൽ നിന്ന് ഭയങ്കര ഫ്ലൂയിഡ്, അതായത് ബ്ലീഡിങ്ങും ആ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്നു, ഈ ബ്ലഡ് കൊണ്ട് നനഞ്ഞിരിക്കുന്നു. അത് ഇങ്ങനെ ഷാൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആർക്കായാലും കാണുമ്പോൾ എന്താ പറയുക, ഭയങ്കര സങ്കടം തോന്നുന്നു. ഈ കുട്ടി ഇത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് വിഷമിച്ച് എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചു, ആരും ഇല്ലേന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്ക് 3 മക്കളുണ്ട്, എന്താണ് 2 ട്വിൻസ് ആണ്, മൂത്ത ഒരാളുണ്ട്. അപ്പം ഹസ്ബൻഡ് എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു ഹസ്ബൻഡ് 2 മാസം മുമ്പ് കെട്ടിട തൊഴിലാളിയായിരുന്നു. അപ്പൊ മോളിൽ നിന്ന് വീണു അങ്ങനെ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ സർജറി കഴിഞ്ഞ് 10-13 ദിവസമേ ആയിട്ടുള്ളായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ. അങ്ങനെ ഇപ്പൊ കുഞ്ഞുങ്ങള് 9ാം ക്ലാസ്സിലും പിന്നെ അതിന് താഴെയുള്ള ഏതോ ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം ഭക്ഷണമൊക്കെ അപ്പൊ ഈ കുട്ടി ചോദിച്ചു എങ്ങനെയാണ് ആഹാരത്തിനൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു 3 ദിവസമായി വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങള് സ്കൂളിൽ പോവാണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ ഫുഡ് ഉണ്ടല്ലോ അങ്ങനെ കഴിക്കും. ആ ഒരു നേരമാണ് അവർ ആഹാരം കഴിക്കുന്നത്. എനിക്ക് ജോലിക്ക് പോകാനുള്ള നിവൃത്തിയില്ലല്ലോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കും, ടീച്ചർമാരൊക്കെ നല്ല ഹെൽപ്പാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. വളരെ സങ്കടകരമായ ഒരു കഥ ഇവരിൽ നിന്ന് ഈ കുട്ടി അറിഞ്ഞു. അപ്പൊ ഒരിക്കലും നമുക്ക് മക്കളുണ്ട്, നമുക്ക് അങ്ങനെയുള്ള അവസ്ഥകളൊന്നും വന്നില്ലെങ്കിൽ തന്നെ നമുക്കിത് കേൾക്കുമ്പോൾ നെഞ്ചു കൊടിഞ്ഞു പോകത്തില്ലേ? 3 കുഞ്ഞുങ്ങള്, ഭക്ഷണത്തിന് വകയില്ല, ഇത്രയും രോഗാവസ്ഥ, ഇതൊക്കെ കാണുമ്പോഴേ അപ്പം ഈ കുട്ടിയുടെ കയ്യിൽ ക്യാഷ് കൊടുക്കാനായിട്ട് അത്ര കണ്ടൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഒരു 100-200 രൂപയെങ്കിലും ഇവർക്ക് കൊടുക്കാന്നൊക്കെ കരുതി
ഇവര് ഈ കുട്ടി ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷെ അവരവിടെ ഇറങ്ങിയില്ല കേട്ടോ. അപ്പം ഈ കുട്ടി അതുകൊണ്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. അതും നടന്നില്ല. ഇവര് ആ സ്റ്റോപ്പിൽ ഇറങ്ങിയില്ല. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങി. അപ്പൊ ഈ സംസാരിച്ച കൂട്ടത്തില് ഈ കുട്ടിയുടെ വീടിനടുത്തുള്ള ഒരു ടീച്ചർ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളിലുണ്ട് എന്നൊക്കെയുള്ള ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടി ഇവരുടെ ഈ കഥ, ഇവരുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പൊ വീട്ടിൽ വന്ന എല്ലാവരോടും പറഞ്ഞു, കരഞ്ഞുകൊണ്ടാണ് ചെന്നത്. വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ FB വഴി ഈ ടീച്ചറെ കോണ്ടാക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ടീച്ചറിന്റെ നമ്പറൊന്നും ഇല്ലായിരുന്നു. FBയിൽ മെസ്സേജ് ഇട്ട് അങ്ങനെ ആ ടീച്ചറിന്റെ കോണ്ടാക്ട് നമ്പർ വീട്ടിൽ വിളിച്ച് അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇതുപോലെ ആ ടീച്ചറിന്റെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ, 3 മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ ആ ടീച്ചറാണ് യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് ഈ കുട്ടിയോട് പറഞ്ഞത്. അവർ വെറും ഫ്രോഡാണ്, അവർ ഈ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ മറ്റുള്ളവരോട് ഒരു സങ്കട ഒരു അവസ്ഥ ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ പൈസ മേടിക്കുക. ഇതാണ് കേട്ടോ. അപ്പൊ ഈ കുട്ടി എന്നോട് പറഞ്ഞു അത് അങ്ങനെയാണ് അവരുടെ രീതി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര വിഷമം തോന്നിയത്. അത് മാത്രമല്ല, ഇവർക്ക് 3 മക്കളുണ്ടെന്ന് പറഞ്ഞു. 2 കുട്ടികളാണ് ഇവർക്കുള്ളത്. അതിൽ ഒരു കുട്ടി, അതായത് മൂത്ത ആള് 10-21 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അത് ഡ്രഗ് അഡിക്റ്റ് ആണ്. അപ്പം പോലീസ് കേസൊക്കെ ആയിട്ട് അതിനെന്തോ അപ്പം ഡ്രഗ് അഡിക്റ്റ് ആണ്. ഈ 20-21 വയസ്സുള്ള ഈ മോന് ഡ്രഗ് അഡിക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അത് പഠിച്ച സ്കൂളിലൊക്കെ പോലീസ് ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ടീച്ചർമാർക്ക് വിവരങ്ങളൊക്കെ അറിയാൻ വരും. കൂട്ടത്തിലാണ് ഒരു മോളുണ്ട്. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ ഒരു 10ാം ക്ലാസ് കണ്ട് പഠിച്ചിരുന്ന സമയത്ത് ആരുടെ കൂടെയോ പോയിട്ട് അത് എന്താ പറയുന്നത്, ജീവിക്കണം എന്ന് കരുതിയൊന്നും പോയതല്ല. ആ കുട്ടി ഒരു മോശം സ്വഭാവത്തിൽ, ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തില് ഒരു തകിടം മറിഞ്ഞ അവസ്ഥയാണ്. ഹസ്ബൻഡ് മരിച്ചു എന്നുള്ളത് യഥാർത്ഥ അവസ്ഥയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞതും ഈ രോഗമാണെന്ന് പറഞ്ഞതും ഒക്കെ കള്ളമായിരുന്നു. മോനുകുട്ടി ചോറുണ്ണാൻ പോവാണ്, എനിക്കും വിശക്കുന്നു കേട്ടോ, ഞാൻ കഴിക്കാൻ പോവാണ്. അമ്മ വരൂ. അപ്പൊ ഞാനിത് മറ്റേതെടുക്ക്, ഇത് മതിയോ? എന്റെ കുപ്പി പൊട്ടിക്കരുത്, ഇങ്ങോട്ട് നീക്കി വെക്ക. അപ്പം ഈ ഒരു എന്താ ഇത്രയും മാരകമായ ഒരു അസുഖമാണെന്നൊക്കെ വെറുതെ വരുത്തി തീർത്ത് അതിനൊരു ചിത്രമൊക്കെ ഉണ്ടാക്കി സ്വന്തം ശരീരം തന്നെ അതിനെ അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് വെറുതെ ഫ്രോഡ് കളിക്കുക. എന്നിട്ട് ഈ പാവപ്പെട്ട ഇവരുടെ കഥ കേൾക്കുന്ന പാവപ്പെട്ട മനുഷ്യർ ഇത് വിശ്വസിച്ച് വല്ലതൊക്കെ കൊടുക്കും, അത് വാങ്ങിച്ച് ഇങ്ങനെ കഴിയുക. ആ കുട്ടി എന്നോട് പറഞ്ഞത്, ചേച്ചി ഇങ്ങനെ ഒരു രോഗമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കാൻ എങ്ങനെ പറ്റുന്നു? അതിനുള്ള മാനസിക ധൈര്യം വല്ലാത്തതാണ് അല്ലെ? നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നേ? ശത്രുക്കൾക്ക് പോലും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു രോഗമാണ്. നമ്മളെ കൊല്ലം വരുന്നവർ ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസ്ഥയൊന്നും ആർക്കും കൊടുക്കല്ലേ എന്നാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥിതിയിൽ ഇവരൊക്കെ എങ്ങനെ അതിന് കഴിയുന്നു എന്ന് ഞാൻ ഓർക്കുവാണ്. അത് ആ ഡ്രസ്സിൽ ഇങ്ങനെ ബ്ലഡും അതൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ആൾക്കാരെ ഫൂളാക്കാൻ വേണ്ടിയിട്ട്, അപ്പം പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ ഇപ്പം ആ കുട്ടി അങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞു. വ്യാജമായിട്ട് രേഖകൾ ഉണ്ടാക്കി ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഉള്ള മനുഷ്യരോട് മുഴുവൻ പൈസ വാങ്ങിച്ച കാര്യം അന്ന് അതൊരു ചർച്ചാ വിഷയമായിരുന്നു. എന്നിട്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി എടുത്ത് സജീവമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അങ്ങനെയുള്ളത്. അപ്പം പാവപ്പെട്ട രോഗികളോട് വരെ അവർ പൈസ മേടിച്ചു. ഇപ്പൊ എനിക്കിപ്പോ ഒരാള് എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് എനിക്ക് 10 രൂപ തന്നാല് എന്നെ പോലെ വേദന അനുഭവിക്കുന്ന ഒരാള് എനിക്ക് നിവർത്തിയില്ല, എനിക്ക് മരുന്ന് മേടിക്കാനോ ചായ കുടിക്കാനോ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 10 ആണെങ്കിൽ 5 രൂപ നമ്മൾ കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. അതെന്തൊരു ക്രൂരതയാണ് അങ്ങനെയുള്ളവരോടൊക്കെ പൈസ മേടിക്കാന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവർ ഈ സ്റ്റോറി പറയുന്ന ആൾക്കാർ ചിലപ്പം അതേ അവസ്ഥയിൽ ഇരിക്കുന്നവരായിരിക്കും, അല്ലെ അതിനെക്കാട്ടി ഭീകരമായ അവസ്ഥയിൽ ഇരിക്കുന്നവരായിരിക്കും. അവരോടൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, വാങ്ങിച്ച് ഇങ്ങനെ കഴിഞ്ഞു കൂടുക എന്ന് പറയുന്നത്. ആരോഗ്യമുള്ളിടത്തോളം കാലം അത്യാവശ്യം എന്തെല്ലാം ജോലികൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എവിടെ പോയാലും ഒരു ജോലി ചെയ്ത് ഒരു ഹോട്ടലിൽ പോയി പാത്രം കഴുകി കൊടുത്താലും എന്തെങ്കിലും ഒരു പാചകത്തിന് അരിഞ്ഞു കൊടുത്താലും നമുക്ക് അത്യാവശ്യത്തിന് കഴിക്കാനുള്ളതും കിട്ടും, നമുക്ക് വരുമാനം ഉണ്ടാക്കാം അല്ലെ? എന്നാലും ഇങ്ങനെ ആൾക്കാരെ ചതിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രോഗത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന പലരും യഥാർത്ഥത്തിൽ രോഗം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ മടിക്കും. ഇത് കള്ളാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും.
അത് ആ കുട്ടിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇതായിപ്പോയി, ഷോക്കായിപ്പോയി. ഇത്ര ഭംഗിയായിട്ട് ആ കുട്ടിയെ ആ കഥ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ സമ്മതിക്കണ്ടേ. അപ്പം ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഒരു രോഗത്തിന്റെ പേരിൽ ആരെയും ചതിക്കാതിരിക്കുക. കാരണം ഈ ഒരു രോഗം വന്നവര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും വളരെ ഭീകരമാണ്. അപ്പൊ അങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യരെ പോലും കഴിവുള്ളവർ സഹായിക്കത്തില്ല നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ആരോഗ്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുക, അല്ലാതെ എന്തെല്ലാം കള്ളത്തരം കാണിക്കുക. ഈ പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പണം തട്ടാതിരിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള കഥകൾ കേട്ട് സഹായിക്കുന്നവർ പിന്നെ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് എന്തായിരിക്കും. ഇങ്ങനെ ഒരു ഫ്രോഡിനാണല്ലോ ദൈവം ഞാൻ കൊടുത്തത്, ഞാൻ കഷ്ടപ്പെട്ട മുതൽ ആ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള മാനസിക ദുഃഖം അവർക്കും ഉണ്ടാവും. അപ്പൊ ഈ ഒരു സംഭവം ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാണുമായിരിക്കും. യോഗ്യത ഇല്ലാത്തടത്ത് സഹായിക്കേണ്ടി വന്ന ഒരവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മള് ചെയ്തത് ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മള് കരുതലോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രോഗമാണ്, ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ട് പ്രയാസമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാതെ ആർക്കും 1 രൂപ പോലും കൊടുത്ത് സഹായിക്കാതിരിക്കുക. കാരണം നിങ്ങൾ കഷ്ടപ്പെടുന്ന മുതലാണ്. നിങ്ങൾ വിയർപ്പൊഴുക്കി നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മക്കൾക്കും വേണ്ടിയിട്ട് ചെലവാക്കേണ്ട പൈസയിൽ 1 രൂപ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവാക്കേണ്ടതിൽ നിന്ന് ഒരു തുക പാവങ്ങൾക്ക് കൊടുക്കുന്നത് അത് യോഗ്യതയുള്ളവർക്കായിരിക്കണം. അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തണം. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ, ഇതിനകത്ത് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് അങ്ങനെ മാനസികമായിട്ട് സഹായിക്കാൻ തയ്യാറായി, അങ്ങനെ മനസ്സുള്ളവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കരുതിയിരിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. കരഞ്ഞു കാണിക്കും, ഇങ്ങനെയൊക്കെ അവസ്ഥ. ആ കുട്ടി എന്നോട് ചോദിച്ചു, ചേച്ചി ഈ ബ്രസ്റ്റ് ക്യാൻസർ സർജറി ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടോന്ന്. എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ കഴിഞ്ഞ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ബ്ലീഡിങ്ങും ഡ്രസ്സൊക്കെ നനഞ്ഞു കുതിർന്നു ഡ്രസ്സിങ്ങിന് പോകുന്നു, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെയുള്ള അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. നമുക്ക് സർജറി കഴിഞ്ഞ് നമുക്ക് 2 ട്യൂബ് ഇങ്ങനെ ഡ്രെയിനേജിന് ഇട്ടേക്കാണ്. ആ ഡ്രെയിനേജിലൂടെയാണ് ഈ ഫ്ലൂയിഡ് പോകുന്നത്. അതല്ലാതെ നമ്മുടെ ഡ്രസ്സ് നനഞ്ഞ് നമ്മുടെ ദേഹം മൊത്തം ആവത്തക്ക പോലുള്ള പരിപാടികളൊന്നും അതിനകത്ത് നടക്കുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അങ്ങനെ ഒരു കാര്യം ആ കുട്ടി ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളെ സഹായിക്കാൻ മനസ്സുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കരുതി അർഹതപ്പെട്ടവർക്ക് മാത്രം സഹായങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചോറിനട്ടെ എൻ്റെ പ്രിയങ്ങളെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പു വന്നിട്ടുണ്ട്. രണ്ടുപേരുടെ അവിടെ എന്തോ പരിപാടികളൊക്കെയാണ്. അപ്പം ഞാൻ ചോറിനട്ടെ. എനിക്ക് വിശക്കുന്നു, മുത്തിന് പിന്നെ മതി എന്ന് പറഞ്ഞു. മോനുകൂട്ടൻ ചോറുണ്ണുവാണേ, ഞാൻ കഴിക്കാൻ പോകട്ടോ. നമുക്ക് ചോറുണ്ട്. എൻ്റെ ദൈവമേ, ഇന്നെന്തോ വിശപ്പായിരുന്നു അറിയോ. 4 മണിയായപ്പോഴത്തേക്ക് വയറിനകത്ത് കാറ്റ് കയറുമായിരുന്നു. ഇച്ചിരി ചോറും പിന്നെ ചിക്കൻ കറിയല്ല, റോസ്റ്റ് പോലെ ആക്കിയായിരുന്നു. ഇച്ചിരി എടുക്കട്ടെ. എല്ലാം ഇവിടെ വെച്ചിട്ടാ പട്ടിണി ഇരുന്നത്. എൻ്റെ ഒരു വട്ടേ. ഇച്ചിരി സാമ്പാർ. രാവിലെ ഇഡ്ഡലിയായിരുന്നു. സാമ്പാറിന് കൊതി പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയത്. പിന്നെ ഇച്ചിരി അവിയൽ, മാമിയുടെ സ്പെഷ്യൽ അവിയൽ. ഞാൻ ഇച്ചിരി അവിയൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ അത്താഴം ഇതാണ്. എല്ലാ ദിവസവും മുത്ത് എന്നാണ് വരുന്നത്, എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ച എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം അറിയിക്കുന്നത് കേട്ടോ. അപ്പം ഒരു 10 ദിവസം ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് സന്തോഷം നിറഞ്ഞ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ദൈവം അനുവദിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. എൻ്റെ പ്രിയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് സന്തോഷം. എല്ലാവർക്കും ചക്കരവുമാ കേട്ടോ. കാരണം നിങ്ങൾ ഇത്രയേറെ ഹൃദയത്തിൽ വഹിക്കുന്നവരല്ലേ. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റാ. ഓക്കെ, ബൈ, സി യു. എന്താ വേണം? അവിയൽ വേണം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.